ഒരു കുടന്ന പൂവേകിനി ചെറുചിരിയിലൻ വീതിയിൽ ഒരു മിഴിയിലെന്നോർമന് ഹിമശലഭമാക്കുന്നു നീ വെൺപുലരിയിലോ എൻ ജനലരികെ ഉൻ കണിമലരായി മാറി നീ ചെമ്മുകിലണയെ ഇന്നിനി പിരിയേ നിന്നൊരു കുറിപ്പിൽ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു ഡെയിലി വ്ളോഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഞാൻ ഇന്ന് എണീക്കാനായിട്ട് ഒരു 9:30 സമയമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ രാത്രി നല്ല മഴയായിരുന്നു ഇന്നലെ, അതുകൊണ്ട് തന്നെ നല്ല സുഖമായി കിടന്നുറങ്ങി. രാവിലെയാണ് ഉണ്ണികളൊന്നും ഉറങ്ങി വരെ, ഒരു 6 മണി കഴിഞ്ഞാലാണ് അവർക്ക് ഉറക്കം കിട്ടുള്ളൂ ശരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ സമയത്തൊക്കെ കിടന്നുറങ്ങി എനിക്ക് വന്നപ്പോൾ രാവിലെ മഴ പെയ്തതിൻ്റെ ഫുൾ എഫക്റ്റ് കാണുന്നുണ്ട്. ഇന്നലെ നല്ല ചൂടുള്ള ദിവസമായിരുന്നു കേട്ടോ, പക്ഷേ ഇന്ന് നോക്കുമ്പോൾ നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു ഇന്നത്തെ. എനിക്കാൻ രാവിലെ 9:30 ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് സ്കൂളിലേക്ക് കുട്ടികളൊക്കെ പോകുന്ന ടൈമായിരുന്നു. ഇന്നപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് 19ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നൊക്കെ എനിക്ക് ഇത്രയും നാളുണ്ടായിരുന്ന ബുദ്ധിമുട്ടൊക്കെ ഇന്നലെ തൊട്ട് എല്ലാം ക്ലിയർ ആയിട്ട് മാറിയ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ണി ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് അവൻ എന്തോ ഒരു ടോയ് വെച്ചിട്ടിരുന്ന് കളിക്കുന്നുണ്ട്. അധികം നേരമൊന്നും ഇങ്ങനെ ഇരുന്ന് കളിക്കില്ല കേട്ടോ. ഇപ്പോൾ വേഗം എനിക്ക് പൊക്കോളും. ഇവിടെ ഒരാളുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒരു എക്സൈറ്റ്മെൻറ്റിൽ വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ പിടിച്ചിരിക്കും. പിന്നെ അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ റൂം ലോക്ക് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കിടന്ന് നോക്കുകയാണ്. ഞാൻ റൂമിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് അതുപോലെ തന്നെ പുറത്തേക്ക് പോയതാണ്. ഇങ്ങനെയാണ് തിരിച്ചു വരുമ്പോൾ. അപ്പോൾ നൈറ്റിലത്തെ ഫുൾ അലങ്കോലായി കിടക്കുന്നതാണ്. നൈറ്റിൽ ഉറങ്ങിയിട്ടുള്ള ഒരു അലങ്കോലാണ് ബെഡിൽ കാണുന്നത്. അപ്പോൾ 2 പേരും അവരുടെ ആ ഒരു കാരിയർ ബാഗിൽ നിന്ന് ഇറക്കി പുറത്ത് വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. കാരണം ഫീഡ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ 2 പേര് ഇതേപോലെ കെടുത്തി ജസ്റ്റ് അവരുടെ ഒരു ടർക്കി കൊണ്ട് ഞാൻ മൂടി കൊടുത്തിട്ടുണ്ട്. കാരണം രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു, മഴയുണ്ട്. പിന്നെ ഓൾറെഡി ജസ്റ്റ് ഒരു സ്വെറ്ററൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണി റൂമിലേക്ക് വന്നിരുന്നു. അപ്പോൾ അവനെ അങ്ങനെ എടുത്ത് മടി വെച്ചിരിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ അവന് നല്ല വിഷമവും അവൻ്റെ കണ്ണിൽ നമുക്കത് ഫീൽ ആവുന്നുണ്ട്. ഇവൻച്വലി എൻ്റെ പെയിനും കാര്യങ്ങളും കുറഞ്ഞപ്പോൾ ഞാൻ ഉണ്ണിയുടെ അടുത്തേക്കുള്ള ഒരു പോക്കും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അറ്റാച്ച്മെൻറ്റ് ഭയങ്കര കൂടുതലായി. ഞാനും ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരുന്നു അവൻ്റെ കാര്യം ആലോചിച്ചിട്ട്. എനിക്ക് അവൻ പെട്ടെന്ന് വളർന്ന പോലെ തോന്നി. ഒരു 9 months വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ണിയാണ്. പിന്നെ പെട്ടെന്ന് എനിക്ക് അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റണ്ടായി. എല്ലാം എൻ്റെ അമ്മേനെ ഏൽപ്പിക്കേണ്ടി വന്നു. കാരണം ഞാൻ ഫുള്ള് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ണി ആ ഒരു ചെറിയ ഉണ്ണിയാണ്, പെട്ടെന്ന് വലിയ കുട്ടിയായ പോലെ തോന്നുകയാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര കുറ്റബോധവും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം പതുക്കെ സെറ്റ് ആയിക്കോളും എന്ന് കരുതുന്നു. പിന്നെ പ്രസവരക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് 2nd day ആണ്. നമ്മൾ കഷായം തന്നെയാണ് 2nd ഉം 3rd ഡേയും കുടിക്കുന്നത്. നമുക്ക് 3.5 ദിവസം കഷായം കുടിക്കാനുണ്ട്. അരക്കൂട്ടാണ് കുടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ഒരു അരക്കൂട്ടും കൂടിയും കുടിക്കും. നോർമലിലാണെങ്കിൽ ഒരു കൂട്ട് ഫസ്റ്റ് തന്നെ കുടിക്കും. ഇതിപ്പോൾ സെക്ഷൻ ആയതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ അരക്കൂട്ട് കുടിക്കുന്നത്. അപ്പോൾ ഒരാൾ കണ്ടില്ലേ, സ്വെറ്റർ ഉണ്ടെങ്കിൽ പോലും കൈയൊക്കെ പുറത്താണ്. ഞാൻ നോക്കുക അവളുടെ കൈ എവിടെ പോയിന്ന്. ഇതാട്ടോ ആമി, മറ്റോളാണ് കൊച്ചു. ആമീനെ അപ്പോൾ എല്ലാവരും വാവാന്ന് വിളിച്ചിട്ട് ഇനി ആമി പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ വാവയാവോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കഴിഞ്ഞാൽ എനിക്ക് ഉടനെ തന്നെ ടിഫിൻ വേണം, ഭയങ്കര നിർബന്ധമാണ്. കാരണം അത്രയും വിശന്നിട്ടാണ് എനിക്ക്. പക്ഷേ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാനൊരു 10:30 ടൈമിലൊക്കെ ആയിട്ടോ ടിഫിൻ കഴിക്കാൻ വന്നത്. അപ്പോൾ അമ്മ വന്ന് ബെഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരാൾ ഇവിടെ കെടുത്തിട്ടുണ്ട്, ഒരാളതെ അവിടെ കെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ അവരുടെ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്, എൻ്റെ വൈറ്റമിൻ്റെ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ കൊച്ചുവിന് ആദ്യം കൊടുക്കുന്നുണ്ട്. 2 പേർക്കും കുടിക്കാൻ ഭയങ്കര മടിയാട്ടോ. ആ സമയത്ത് ഉണ്ണിക്ക് ചെറുപ്പത്തിൽ കുടിക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ 2 പേർക്കും 2 ടൈമിൽ ഡ്രോപ്സ് ഉണ്ട്. രാവിലെ വൈറ്റമിനും രാത്രി കാൽസ്യത്തിന് ഡ്രോപ്സ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചുവിന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആമയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആമയ്ക്ക് പിന്നെ ഇഷ്ടമുണ്ട്. കൊച്ചുവിന് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നോക്കാനും വരുന്ന പോലെ കാണിക്കും, തുപ്പിക്കളയുന്ന പോലെ കാണിക്കും. പിന്നെ കുറച്ച് നേരം എക്കിട്ടം വരുന്ന പോലെ, ചുമക്കണ പോലെയൊക്കെ കാണിക്കും കേട്ടോ. അവന് തീരെ താല്പര്യമില്ല മരുന്നും കാര്യങ്ങളൊന്നും കുടിക്കാനൊന്നും. ആമി പിന്നെയും നുണഞ്ഞ് പതുക്കെ കുറച്ചേച്ച കുടിക്കും. അതുപോലെ തന്നെ നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളും കാൽസ്യവും ഫോളിക് ആസിഡും അതുപോലെ തന്നെ അയൺ ടാബ്ലറ്റ്സും നിർബന്ധമായിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് 3 months നിർബന്ധമായിട്ട് കഴിക്കണം. എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാൽസ്യത്തിൻ്റെ മരുന്ന് ഞാൻ സ്കിപ്പ് ചെയ്തു. എനിക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു പ്രഗ്നൻസി ടൈമിലും. അപ്പോൾ പിന്നെ പോസ്റ്റ്മോർട്ടം ആ ഒരു ടൈമിൽ ഞാൻ സ്കിപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പല്ലിന് ഗ്യാപ്പ് വന്നു. ആ ഒരു കാൽസ്യം ടാബ്ലറ്റ്സ് ഞാൻ സ്കിപ്പ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നിർബന്ധമായിട്ട് മറക്കാണ്ട് ഞാൻ കഴിക്കുന്നുണ്ട് കാൽസ്യവും കാര്യങ്ങളൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉണ്ണികൾക്ക് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കുകയാണ്. കഷായം കുടിക്കുകയാണ്. ഇന്നലെ കുടിക്കണേക്കാട്ടും കുറച്ചും കൂടി ഭേദം വെച്ചിട്ട് ഇന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ കുടിച്ച് തീർത്തു. പിന്നെ രാവിലെ ടിഫിന് പകരം ചോറാണ് കഴിച്ചത്. കാരണം ഗ്യാസ് ഫോം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി ചോറ് കഴിക്കണം. പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ചോറും പരിപ്പ് കറിയും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കഷായം കുടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വിശപ്പാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റോബസ്റ്റ് പഴം പിന്നെ കുറച്ച് ഡേറ്റ്സ് എടുത്ത് കഴിച്ചു. പിന്നെ ഉണ്ണികളുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ, അതായത് ഡയപ്പർ ചേഞ്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവരെ സെറ്റാക്കിയിട്ട് ഒരു സൈഡിലേക്ക് എടുത്തി. ഇനി അവർ വീണ്ടും ഒരു 2 മണിക്കൂറൊക്കെ സുഖമായി കിടന്ന് ഉറങ്ങിക്കോളും. ഒരു ശല്യം ഉണ്ടാവില്ല അവരെ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മഴ ആയതുകൊണ്ടും പിന്നെ രാത്രി ഞാൻ ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ടും ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ തൂങ്ങി വീഴായിരുന്നു. ഞാൻ എന്നിട്ട് ഒരു 12:30 വരെ നല്ല ഉറക്കം ഉറങ്ങി എനിക്ക് കഴിഞ്ഞപ്പോൾ അമ്മ അതിൽ ലഞ്ച്
പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ കറി ഉണ്ട്, എന്ത് മീനാണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപ്പ് കറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ അമ്മ മീൻ വറക്കുന്നുണ്ട്. എനിക്ക് ഈ മീൻ വറുത്തതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ. എനിക്ക് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള മീനുകളോട് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. ഈ മീനോടൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. കുളിക്കണതിന് പിന്നെ അങ്ങനത്തെ പാക്സും കാര്യങ്ങളൊന്നും ഞാൻ ഇന്നിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എനിക്ക് ഫുൾ ഒരു ഉറക്കം തൂങ്ങിയൊരു മട്ടായിരുന്നു. ഭയങ്കര മടിയുള്ളൊരു ദിവസമായിരുന്നു എനിക്ക്. അപ്പോൾ അതേ ഉണ്ണി അവിടെ നടന്ന് അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ ഒബ്വിയസ്ലി അവൻ ഫോൺ കാണുമ്പോൾ എപ്പോഴും നമ്മുടെ അടുത്തേക്ക് ഓടി വരും. കാരണം അച്ഛനെ വിളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫോൺ അഥവാ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വിളിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് വിചാരിക്കുക വേണ്ട. അപ്പോൾ ഞാൻ മഞ്ഞളിട്ടാണ് കുളിക്കണത്. അതുകൊണ്ട് തന്നെ ഫുള്ളൊരു മഞ്ഞമയം തോന്നും. അങ്ങനെ കുളി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. കിടന്നിട്ടില്ല കേട്ടോ. ആ ഒരു ഉച്ചയ്ക്ക് അതിൻ്റെ ശേഷം വേഗം പോയി അമ്മേൻ്റെയും ചീത്ത കേട്ട് വേഗം പോയി കുളിക്കുക ചെയ്ത്. കാരണം നേരം വൈകിയോണ്ട് അങ്ങനെ വന്ന് പിന്നെ ഡയറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ നോക്കിയത്. ഫുഡ് കഴിച്ചിട്ട് പിന്നെ കിടക്കാമെന്ന് കരുതി. ഉണ്ണികൾ അപ്പോഴും നല്ല ഉറക്കം തന്നെയാണ്. അങ്ങനെ ഉണ്ണി ഫോണിലോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി വെളിച്ചം കാണുമ്പോൾ ബിയ്യാമ്പാറ്റ വരണ പോലെയാണ് അവൻ്റെ വരവ്. അപ്പം അമ്മ ഫുഡ് എടുത്ത് കയ്യിൽ തന്നു. അപ്പോൾ ഇത് ഓൾറെഡി ഈ മീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മീൻ കറി ഒഴിച്ചു. മീൻ കറിയിൽ എനിക്ക് അതിൻ്റെ ഒരു ഗ്രേവി, ആ ഒരു കറി എനിക്കിഷ്ടമാണ്. എന്നുവെച്ചാൽ മീൻ എനിക്കിഷ്ടമല്ല. അപ്പം അമ്മ കഴിച്ച് നോക്കാനൊക്കെ പറയുന്നുണ്ട്. കാണുമ്പോഴേക്കും വേണ്ട പറയുന്നത്. അപ്പം ഞാൻ മീൻ എടുത്തോളാൻ പറഞ്ഞു വറുത്ത്. കാരണം എനിക്കിഷ്ടമല്ല, എന്നാലും അമ്മ ഇട്ട് തരും കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെയാണല്ലോ അമ്മമാർ. അപ്പോൾ ഞാൻ മീനിൻ്റെ ജസ്റ്റ് ഒരു പീസ് കഴിച്ചപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. അപ്പം അമ്മേനെ കൊണ്ട് എടുപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ കിടക്കുകയാണ്. അപ്പോൾ അമ്മ നമുക്ക് അടുത്ത വീക്ക് നമുക്ക് ഉണ്ണികളുടെ 28 അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിനൊക്കെ ആയിട്ട് പുറത്ത് പോയിരുന്നു ഇന്നലെ. അപ്പോൾ അമ്മ എടുത്ത സാരികളൊക്കെ കാണിച്ചു തരാണ്. അമ്മ ഏത് ഉടുക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ബ്ലൗസ് തുന്നാൻ കൊടുക്കണം, എന്നാൽ മാത്രം നമുക്ക് അടുത്ത വീക്കിൽ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അമ്മ എടുത്ത സാരികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ കാണിച്ചു തന്നിരുന്നു. പിന്നെ ഇന്ന് ഇപ്പോൾ ബ്ലൗസ് അടിക്കാൻ കൊടുക്കാൻ അമ്മ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഏത് ഉടുക്കണം ഏത് അടിക്കണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലാണ് അമ്മ. അപ്പോഴൊക്കെ എൻ്റെ അപ്പത്തൊരാൾ ആ സാരി എടുത്ത് ഓടിയിട്ട് നിലം തുടക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങി. നല്ല സാരി കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു സാരിയാണ്. ഇത് എടുക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് 28 വേണ്ടിയിട്ട്. അപ്പോഴേക്കും അമ്മ അത് വാങ്ങി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം പിന്നെയും ഈവനിങ് നല്ല മഴയായിരുന്നു കേട്ടോ. അമ്മ ഒന്ന് ഉണ്ണിയായിട്ട് പുറത്ത് പോയിരുന്നു. പുറത്ത് പോയിട്ട് ബ്ലൗസൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള സെൻറ്ററിലേക്ക് പോയിരുന്നു. തിരിച്ചു വരുമ്പോഴേക്കും ഗംഭീര മഴയായിരുന്നു. നല്ല ഇടി, എന്താ പറയുക, ഇരുണ്ട് വന്ന മേഘങ്ങളായിട്ട് നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിലൊക്കെ ഉണ്ണികൾക്ക് ഫീഡ് ചെയ്ത് കൊടുത്ത് അവരൊക്കെ എടുത്തി ഞാൻ ആ മഴ കാണാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ പെട്ടെന്ന് പെയ്ത മഴ കൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല കാറ്റൊക്കെ വീശി നല്ലൊരു മഴ തന്നെയായിരുന്നു. ഇപ്പോൾ കാറ്റില്ല, പക്ഷേ അതിന് മുൻപ് വരെ കാറ്റുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടു. അപ്പോൾ ഒരു സന്ധ്യ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മ വന്നിരുന്നു. വല്യമ്മ മിക്ക ദിവസം നമ്മുടെ വീട്ടിൽ വരും. നമുക്കിങ്ങനെ വർത്തമാനം പറയാനൊക്കെ അമ്മയായിട്ട് തൊട്ടടുത്ത് തന്നെ കേട്ടോ വീട്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കായിരുന്നു കേട്ടോ. എനിക്ക് നിർബന്ധമൊന്നുമില്ല ചായ, പക്ഷേ എനിക്ക് എന്തോ ചായ കുടിക്കാൻ തോന്നി. കാരണം ആകെ മടുപ്പുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എടുത്തത് പണ്ടത്തെ ബിസ്ക്കറ്റായിരുന്നു. ആകെ തണുത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി മാറ്റി പിന്നെ പുതിയൊരു ബിസ്ക്കറ്റ് എടുത്തു. അപ്പോൾ അതെടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചായയും ബിസ്ക്കറ്റ് ഇതേപോലെ അങ്ങനെ മുക്കി കഴിക്കാനായിട്ട്. അത് ഞാൻ മുൻപും വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എറോർട്ടോ ബിസ്ക്കറ്റ് ആണെങ്കിൽ അത്രയും നല്ലത്, അത്രയും ഇഷ്ടം കൂടുതലാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫേസിലൊരു മാസ്ക് ഇടാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് എടുത്തുള്ളത് ഞാൻ ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ അരിപ്പൊടിയാണ്. ഞാൻ ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അന്നത്തെ മാസ്ക് ഫ്ലോപ്പായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഫ്ലോപ്പായി എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഈ വട്ടം വെള്ളം തിളപ്പിച്ചിട്ട് ഫ്ലാക്സ് സീഡ് ഇട്ടിട്ട് അതിൻ്റെ ഒരു ജെല്ല് ഫോം ചെയ്തതിന് ശേഷമാണ് അരിപ്പൊടി ഇട്ടിട്ട് ഞാൻ ചെയ്യണത്. അപ്പോൾ ഈ വട്ടം ചെയ്തപ്പോൾ ഓക്കെ ആയിരുന്നു. പക്ഷേ അരിപ്പൊടി ഇട്ടത് രണ്ടാമത് ഞാൻ വീണ്ടും ഇട്ടു. അപ്പോൾ ഇത്തിരി കൂടി കൂടിയൊന്നൊരു സംശയം. കുറച്ചുകൂടി കട്ടിയായിരുന്നു. ഫസ്റ്റത്തെ ആ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു നല്ലത്. പിന്നെ വീണ്ടും അരിപ്പൊടി ഇട്ട് കുറച്ചുകൂടി കട്ടി. എന്നാലും കഴിഞ്ഞ വട്ടത്തിനെക്കാട്ടും ഒരുപാട് ഭേദമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഫ്ലാക്സ് സീഡ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഫ്ലാക്സ് സീഡ് ഇട്ടുള്ള ഈ മാസ്ക് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് സ്കിന്നും അതുപോലെ തന്നെ സ്കിന്ന് റിപ്പയർ ചെയ്യാനൊക്കെ നല്ലതാട്ടോ ഈ ഒരു മാസ്ക്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാട്ടോ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും കിട്ടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം TV ഒക്കെ കാണാൻ വന്നിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ ഈ ഒരു തേനിലാവ് എടുത്ത് തന്നിരുന്നു. അപ്പോൾ അത് കഴിക്കേണ്ടത് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം ഉണ്ണിക്ക് കൊടുത്തു, ഒരെണ്ണം ഞാൻ കഴിച്ചു. എനിക്ക് ഇങ്ങനത്തെ സ്വീറ്റ്സിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പോൾ ചില സമയത്തൊക്കെ കഴിക്കും, ഓരോ മൂഡ് അനുസരിച്ചിട്ടായിരിക്കും കഴിക്കുക. അപ്പോൾ ഉണ്ണിക്ക് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞു. പിന്നെ അവൻ്റെ ഇടയ്ക്ക് എടുത്ത് വന്നിട്ട് ഭയങ്കര സ്നേഹപ്രകടനാണ്. ഞാനും ഉണ്ണിയും ഡെലിവറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി ഗ്യാപ്പ് വന്നിരുന്നു. അവൻ ഫുള്ള് അമ്മാമ്മേനെ ഡിപ്പെൻഡ് ചെയ്തപ്പോൾ, അതായത് അമ്മേനെ ഡിപ്പെൻഡ് ചെയ്തപ്പോൾ ഇപ്പോൾ കരയുമ്പോഴൊക്കെ അമ്മാമ്മ വിളിച്ചിട്ട് കരയണത്. അപ്പോൾ എന്നാലും എനിക്കൊരു വിഷമമാണ്. ആദ്യം ഫുള്ള് ഞാനായിരുന്നല്ലോ അവന്. പിന്നെ പെട്ടെന്ന് ഒരാൾ മാറിയപ്പോൾ, പക്ഷേ ഇപ്പോൾ ഒരു റിക്കവറി പീരീഡ് ആട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ തിരിച്ച് എനിക്ക് തന്നെ നല്ല ഒരു അടുപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ മെയിൻലി ഞാൻ ഉണ്ണികളായിട്ട് ഇങ്ങനെ റൂമിലും ഹാളിലും ഒക്കെയാണ് മെയിൻലി ഇപ്പോൾ സ്പെൻഡ് ചെയ്യണത്. അപ്പുറത്തെ ഒരു റൂമുണ്ട്. ആ റൂമിലേക്ക് ഞാൻ അഥവാ കുളിക്കാനല്ലാണ്ട് വേറെ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് എടുത്തിട്ടാണ് തിരിച്ച് വരുള്ളൂ. അങ്ങനെ ജസ്റ്റ് ഒന്നോടെ മേലെ പോയപ്പോൾ ഞാനൊരു ലിപ്സ്റ്റിക്ക് ഇട്ടാണ് തിരിച്ച് വന്നത്. എനിക്ക് ഇഷ്ടമാട്ടോ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് കുറച്ചുകൂടി ബ്രൈറ്റൻ ആയ പോലെ തോന്നും. അല്ലെങ്കിൽ ഭയങ്കര ഡള്ളാണ്. അങ്ങനെ അതിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫേസ് മാസ്ക് ഫേസിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ചൂടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോഴേക്കും
അത് ചൂടാറിനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ മുഖത്തിട്ട് കൊടുത്തു. പക്ഷേ ഞാൻ കഴുത്തിലിട്ടില്ല, കാരണം മുടി അഴിച്ചിട്ടിരിക്കുകയാണല്ലോ. കഴുത്തിലിട്ട് ആകെ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്ന് കരുതി അങ്ങനെ നന്നായിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇവിടെ ആകെ ബഹളമാണ്. ഉണ്ണി വന്ന് എന്തൊക്കെയോ പിടിച്ച് വലിക്കലും എന്തൊക്കെയോ പാത്രം എടുത്ത് ഓടലും അതും ഇതും. പിന്നെ നമ്മുടെ വീട്ടിൽ നമുക്കിപ്പോൾ അതായത് പ്രസവത്തിൻ്റെ അതായത് ഡെലിവറിയുടെ ഒരു പലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട് ഇന്നാണ് വീട്ടിൽ വിളക്ക് വെക്കുന്ന ദിവസം. അതുകൊണ്ട് തന്നെ അനിയൻ വീട്ടിലൊരു അമ്പലം ഉണ്ട്, അവിടെ വിളക്ക് വെക്കാനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. ഒരു സന്ധ്യ സമയമായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാസ്ക് ഇട്ടിരിക്കുമ്പോൾ ഉണ്ണിതേ, ഞാൻ എപ്പോൾ മാസ്ക് ഇട്ടല്ല അവനുള്ളൊരു നോട്ടാണ് ഇതാരാന്നുള്ള രീതിയിൽ. അപ്പോൾ അവൻ വന്നിരിക്കുന്നുണ്ട് എൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് സോഫയമ കയറ്റിയിട്ട് അവൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കുന്നൊക്കെ ഉണ്ട്. ആദ്യം അമ്മ പറഞ്ഞത് നീ റൂമിൽ നിന്ന് പുറത്തിറങ്ങേണ്ട, വാതിലടച്ചിട്ടിരുന്നാൽ മതി, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടുതൽ വാതിലടച്ചിട്ട് അമ്മ പറയും വാതിൽ തുറന്നിടും അല്ലെങ്കിൽ ഉണ്ണിക്ക് വിഷമാവും, നീ എന്തിനാ ഇപ്പോഴും അടച്ചിട്ടിരിക്കണം, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പറഞ്ഞ് ഞാനിപ്പോൾ ഫുൾ ടൈം ഹോളിലായി. കുറച്ച് നേരമൊക്കെ ഇപ്പോൾ കിടക്കണുള്ളൂ, കാരണം കിടക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മടുപ്പ് തോന്നാണ് അതങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് നേരം ഉണ്ണിയൊക്കെ ആയിട്ട് കളിക്കണം. അപ്പോൾ അവൻ എൻ്റെ മുഖത്തുള്ള മാസ്കൊക്കെ അവൻ വാരിക്കോരി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഫ്ലാക്സ് സീഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ജെൽ കൺസിസ്റ്റൻസി ആണല്ലോ. അപ്പോൾ അവൻ കൈമായി കഴിഞ്ഞിട്ട് അവനെ എന്തോ ഒരുമാതിരി അമ്മാമേ എന്നുള്ള രീതിയിലൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ, കൈയും ഇങ്ങനെ ഒട്ടണ ഇതൊക്കെ ആയതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് മുഖത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് കുറേ ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടാക്കിയത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള കുറച്ചൊക്കെ എടുത്തിട്ട് ഞാൻ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മാസ്ക് ആണല്ലോ, അപ്പോൾ വെറുതെ അങ്ങനെ കളയണ്ടെന്ന് കരുതി അങ്ങനെ ബാക്കിയുള്ളതൊക്കെ അമ്മയുടെ ഫേസിൽ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അമ്മ അങ്ങനെ അമ്മയുടെ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളാട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എന്തെങ്കിലും പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി വേണത്തിൽ ഇതേപോലെ ഞാൻ അമ്മയുടെ മുഖത്തിടും. പിന്നെ അച്ഛൻ്റെ ഫേസിലൊക്കെ ഇട്ട് കൊടുത്തിരുന്നു, ബ്രദറിൻ്റെ ഫേസിലും ഇട്ട് കൊടുക്കും. അങ്ങനെ അച്ഛനിപ്പോൾ ഇല്ല, അങ്ങനെ അമ്മയുടെയും ബ്രദറിൻ്റെ ഫേസിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും. ബാക്കി വരുന്നത് വെറുതെ എന്തിനാ കളയണേ എന്ന് കരുതിയിട്ട് അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞു. കഴുകി കളഞ്ഞപ്പോൾ എൻ്റെ മുഖത്തെ ഒരു ഗ്ലോ കണ്ടില്ലേ. ഇതാണ് ഈ ഒരു മാസ്കിൻ്റെ എന്താ പറയുക ഗുണം എന്ന് പറയണത്. നല്ലൊരു മാസ്ക് ആട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും രണ്ടുപേരും ഏറ്റ് നല്ല ഉണർച്ചയായിട്ടുണ്ട്. കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇത്തിരി നേരമായിരിക്കണം. രണ്ടുപേരും പാൽ കുടിക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ രണ്ടുപേർക്കും ഫീഡ് ചെയ്ത് അവരെ ഉറക്കി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ, അതായത് ഞങ്ങളുടെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.